സോളാർ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലാകുന്നതിന് തലേ ദിവസം സരിത എസ് നായർ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വിളിച്ചിരുന്നതായി മുഖ്യമന്ത്രിയുടെ മുൻ ഗവൺമെന്റ് സലിം രാജിന്റെ മൊഴി. ഉന്നതരുമായി സരിതയ്ക്ക് ബന്ധമുണ്ടായിരുന്നതായി സംഭാഷണത്തിൽ നിന്ന് മനസ്സിലായി. അശ്ലീലം പറയുന്നതിനാണ് താൻ സരിതയെ വിളിച്ചിരുന്നതെന്ന ADGP A ഹേമചന്ദ്രന്റെ വാദം വാസ്തവവിരുദ്ധമാണെന്നും സലിം രാജ് സോളാർ കമ്മീഷന് മൊഴി നൽകി. അറസ്റ്റിലാകുന്നതിന് തലേദിവസം തന്റെ മൊബൈൽ ഫോണിലേക്കാണ് ആദ്യം വിളിച്ചത്. പിന്നീട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ലാൻഡ് ഫോണിലേക്ക് വിളിച്ചു. ഏതാനും മിനിറ്റുകൾക്ക് ശേഷം താൻ സരിതയെ തിരിച്ചു വിളിച്ചിരുന്നതായും സലിം രാജ് സോളാർ കമ്മീഷന് മൊഴി നൽകി. പാലായ്ക്ക് സമീപം കടപ്ലാമറ്റത്തെ മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ വെച്ചാണ് സരിതയെ ആദ്യം കാണുന്നത്. ഫോൺ നമ്പർ വാങ്ങിയ സരിത ഏതാനും മാസങ്ങൾക്ക് ശേഷം തിരിച്ചു വിളിക്കാൻ തുടങ്ങി. പല ഉന്നതരുടെയും നമ്പറുകൾ താൻ സരിതയ്ക്ക് കൈമാറി. സംഭാഷണത്തിൽ നിന്ന് പല ഉന്നതരുമായി സരിതയ്ക്ക് അടുത്ത ബന്ധമുണ്ടെന്നും മനസ്സിലായി. സോളാർ വിവാദം ചർച്ചയായ ശേഷം അന്നത്തെ ADGP TP സെൻകുമാർ നിയമസഭയിൽ വെച്ച് ചോദ്യം ചെയ്തിരുന്നു. സരിതയെ വിളിച്ചോ എന്ന് മാത്രമാണ് ചോദിച്ചത്. പിന്നീട് സംഭവം അന്വേഷിച്ച ADGP മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുള്ള ഫോൺ വിളികളെക്കുറിച്ച് ചോദിച്ചില്ല. താൻ അശ്ലീലം പറയുന്നതിനാണ് സരിതയെ വിളിച്ചതെന്ന ADGP A ഹേമേന്ദ്രന്റെ വാദം അടിസ്ഥാനരഹിതമാണ്. താൻ ഒരിടത്തും അങ്ങനെ പറഞ്ഞിട്ടില്ല. സരിതയുടെ സൗന്ദര്യം, വസ്ത്രധാരണം എന്നിവയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ലൈംഗിക കാര്യങ്ങൾ സംസാരിച്ചിട്ടില്ല. മന്ത്രിമാരടക്കമുള്ള ഉന്നതർ മുഖ്യമന്ത്രിയോട് സംസാരിക്കാൻ ഗൺമാന്മാരുടെ ഫോണിലേക്കാണ് വിളിച്ചിരുന്നതെന്നും സലിം രാജ് കമ്മീഷനിൽ മൊഴി നൽകി. റിപ്പോർട്ടർ, കൊച്ചി.